ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ നമ്മുടെ വണ്ടിക്ക് ഒരു ചെറിയൊരു പണി കിട്ടി. ശരിക്കും ചെറിയൊരു പണിയില്ല, നല്ല 8ൻ്റെ പണിയാണ്. ആ പണി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതേ ഇപ്പോൾ എൻ്റെ കൂടെ അതേ ബൈക്കുണ്ട്. ഇതിനാണ് ശരിക്കും നല്ല 8ൻ്റെ പണി കിട്ടിയിട്ടുള്ളത്. ശരിക്കും നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് ഏകദേശം 8 വർഷമായി. 8 വർഷം, ഈ ഒരു ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് 8 വർഷം പൂർത്തിയാവും. ശരിക്കും ഇപ്പോഴാണൊരു നല്ലൊരു പണി, അതായത് ഇത്രയും വർഷമായല്ലോ. അപ്പോൾ അതിൻ്റെതായ ഒരുപാട് എന്താ പറയുക കംപ്ലയിൻസും കാര്യങ്ങളും ഇനി അങ്ങോട്ട് ഉണ്ടാവും. ഇപ്പോൾ ഏകദേശം വണ്ടി 92,000 കിലോമീറ്റർ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോഴാണ് നമുക്ക് ശരിക്കൊരു പണി കിട്ടിയിട്ടുള്ളത്. ആ പണി എന്താണെന്ന് ഞാൻ എന്തായാലും പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ സാധാരണ എല്ലാ വണ്ടിക്കും പറ്റുന്ന പോലെ തന്നെ എഞ്ചിൻ്റെ മുകളിലാണ് നമുക്ക് ഇപ്രാവശ്യം പണി കിട്ടിയിട്ടുള്ളത്. എഞ്ചിന് പ്രത്യേകിച്ച് പണിയോ കാര്യങ്ങളൊന്നുമില്ല, ഞാൻ കൃത്യമായിട്ട് ഓയിലും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നതാണ്. പക്ഷേ നമുക്ക് ഇപ്രാവശ്യം പണി കിട്ടിയിട്ടുള്ളത് എഞ്ചിന് നമ്മൾ പുറത്തേക്ക് വരുന്ന ഈ ഒരു ലിവർ കണ്ടോ, ഈ ഒരു ലിവറിനകത്തൊരു ടീത്ത് ഉണ്ട്. അതായത് ഈ ഒരു ചെയിനിനെ കറക്കുന്ന അകത്തൊരു ടീത്ത് ഉണ്ട്, ഒരു സ്പോക്കറ്റ്. അതുപോലെ തന്നെ അതായത് ഈ ഒരു സ്പോക്കറ്റ് ഉണ്ടോ, ഈ ഒരു സ്പോക്കറ്റ് പോലെ തന്നെ ഇവിടെ ഒരു സ്പോക്കറ്റ് ഉണ്ട്. അതായത് ഈ ഒരു കവറിനകത്തൊരു സ്പോക്കറ്റ് ഉണ്ട്. ആ ഒരു സ്പോക്കറ്റ് എഞ്ചിൻ്റെ ആ ഒരു ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ടീത്ത് ഉണ്ട്. ആ ഒരു ടീത്ത് നമുക്ക് അതിനകത്ത് നിന്ന് സ്ലിപ്പായി പോയി. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതൊന്ന് തുറന്ന് കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമുക്കിതേ ഈ ഒരു 2 സ്ക്രൂ ഒന്ന് അഴിക്കാം. ഈ ഒരു ഗിയറിൻ്റെ ഈ ഒരു ലിവർ കണക്ട് ചെയ്യുന്ന ഒരു സ്ക്രൂ ആണ് കേട്ടോ, നട്ടാണിത്. ഈ നട്ടിനെ ഒന്ന് ചെറുങ്ങനെ ലൂസാക്കിയിട്ട് നമുക്ക് അഴിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ അതേ ആ ഒരു നട്ട് നമ്മൾ അഴിച്ച് ഇനി ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ അഴിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ അതേ ഈ ഒരു ലിവർ നമുക്ക് ഇതിനകത്ത് നിന്ന് അഴിച്ച് മാറ്റി. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗത്ത് ഒരു സ്ക്രൂ ഉണ്ട് കേട്ടോ, ആ ഒരു സ്ക്രൂവും കൂടെ ഒന്ന് അഴിച്ചെടുക്കാം. ഓക്കെ, അങ്ങനെ ഇനി ഇത് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് അഴിച്ചിങ്ങെടുക്കാം. ഓക്കെ, ഓക്കെ, ഇത് അഴിച്ചെടുക്കുമ്പോൾ നിങ്ങൾ ഇതിനകത്ത് കണ്ടോ, ഇതേ ഈ ഒരു കവറിനകത്തും കണ്ടോ നിറച്ചും ഈ ഒരു ഓയിലും നമ്മളെ ഈ ഇതിനകത്ത് വരുന്ന ഈ ഒരു പൊടിയും മിക്സായിട്ടുള്ള ഒരു സംഭവമാണ്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇപ്പം നിങ്ങൾ കണ്ടോ, ഇവിടെ ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഷാഫ്റ്റ്. ഇതാണ് ആ ഒരു സ്പോക്കറ്റ്, അതായത് ഇവിടെ വരുന്ന ഈ ഒരു സ്പോക്കറ്റ് ഇതാണ്. ഇതിപ്പോൾ നിലവിലിവിടെ നിങ്ങൾക്ക് വെൽഡിങ്ങിൻ്റെ സ്പോട്ട് അടിച്ചിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതെന്തുകൊണ്ടാണ് സ്പോട്ട് അടിച്ചതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് കുറച്ച് ടീത്ത് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ടീത്ത് ജോയിൻ ചെയ്തിട്ട് ഒരു മെറ്റൽ പീസ് ഇവിടെ ഉണ്ടായിരുന്നു. ആ ഒരു മെറ്റൽ പീസ് നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടീത്ത് സ്ലിപ്പായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ചെയിനിലേക്ക് നമുക്ക് പവർ കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആ ഒരു പീസ് എടുത്ത് നമ്മൾ ഒഴിവാക്കിയിട്ട് ഇവിടെ 2 നട്ടും ബോൾട്ടൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു പീസ് എടുത്ത് ഒഴിവാക്കിയിട്ട് നമ്മളിവിടെ ഇതേ കുറേ വെൽഡ് നമ്മൾ അടിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഈ ഒരു സാധനം ഇവിടെ ഇപ്പോൾ സെറ്റാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ വണ്ടി ഓക്കെ ആണ്. പക്ഷേ ഇനി നമുക്ക് ഈ ഒരു വണ്ടിക്ക് ഇനി കിട്ടുന്ന പണി എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെയിൻ ഇപ്പോൾ നിലവിൽ ഞാൻ കഴിഞ്ഞ ഏകദേശം ഒരു 2 ആഴ്ച മുമ്പ് മാറ്റിയതാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ചെയിനിൻ്റെ ആ ഒരു അഡ്ജസ്റ്റ് തീരുന്നവരെ നമുക്ക് ഈ നിലവിൽ നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് വണ്ടി ഓടിക്കാം. വണ്ടി ഓടിച്ച് നമ്മളിനി ഇത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷാഫ്റ്റ് മൊത്തത്തിൽ മാറണം. ഈ ഒരു ഷാഫ്റ്റ് ഈ ഒരു എഞ്ചിനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പണി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എഞ്ചിൻ നമുക്ക് വണ്ടി അഴിച്ചിറക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ പണിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ അങ്ങനെയാണ് വർക്ക്ഷോപ്പിൽ അന്വേഷിച്ചപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ ഒരു സാധനം നിലവിൽ ഷോറൂമിൽ ഓർഡർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എവിടെയും നമ്മൾ അന്വേഷിച്ചപ്പോഴും എവിടെയും സ്റ്റോക്കും കാര്യങ്ങളൊന്നുമില്ല. പണി ഏകദേശം വരുന്നത് 5,000-ഓളം രൂപയോളം പണി ഉണ്ടാവുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സാധനം നമ്മൾ ഓർഡർ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഓർഡർ ചെയ്ത് വന്നിട്ട് അപ്പോഴത്തേക്ക് ഇതിപ്പോൾ ഈ ഒരു ചെയിൻ ഏകദേശം എങ്ങനെ പോയാലും ഒരു 6 മാസം 7 മാസത്തോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും തോന്നുന്നു. നമ്മളെ ഓടുന്നതിനനുസരിച്ചിരിക്കും. അപ്പോൾ ആ ഒരു കാലാവധി കഴിഞ്ഞാൽ നമുക്കിത് എന്തായാലും നമുക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ കിട്ടിയ പണി എന്ന് പറയുന്നത്. ഇത് നമ്മളെ TVSൻ്റെ ബൈക്കും അതുപോലെ തന്നെ TVSയുടെ ഈ ഒരു അപ്പാച്ചിയിലും അതുപോലെ തന്നെ, അതായത് പഴയ അപ്പാച്ചിയിലാണ് കേട്ടോ. എൻ്റെ ഇത് 180 ആണ്, 180 അപ്പാച്ചിയാണ്. ഈ ഒരു 180 അപ്പാച്ചിയിലും അതുപോലെ തന്നെ FZൻ്റെ ഏതൊരു വേർഷനകത്തും ഈ ഒരു കംപ്ലയിൻറ്റ് നന്നായിട്ട് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ശരിക്കും ഈ ഒരു കംപ്ലയിൻറ്റ് വലിയൊരു കംപ്ലയിൻ്റ് ആണോ എന്ന് വെച്ചാൽ വലിയൊരു കംപ്ലയിൻറ്റ് തന്നെയാണ്. ഈ ഒരു സാധനം മൊത്തത്തിൽ അഴിച്ചിറക്കി ഞാൻ പറഞ്ഞില്ല, ഏകദേശം 5,000-ഓളം രൂപയുടെ ഒരു പണി ഇതിൻ്റെ മുകളിൽ നമുക്ക് ചെയ്യാനുണ്ട്. നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങൾ പോലെയല്ല, ഈ എഞ്ചിൻ്റെ ഭാഗത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ അവസ്ഥ. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു ചെറിയൊരു ഷാഫ്റ്റ് മാറാനായിട്ട് ഈ ഒരു എഞ്ചിൻ മൊത്തത്തിൽ അഴിച്ചിറക്കണം എന്നാണ് അവർ പറഞ്ഞിട്ട്. സംഭവം ഇപ്പോൾ ഏകദേശം നടന്നിട്ട് 3-4 ദിവസമായി. നമ്മൾ സാധനത്തിന് വേണ്ടി 2-3 ദിവസമായി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. സാധനം അപ്പോൾ കിട്ടിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ വർക്ക്ഷോപ്പിൽ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് തൽക്കാലം ഇപ്പോൾ നിങ്ങൾ വെൽഡ് ചെയ്തിട്ട് നിങ്ങൾ ഓടിച്ചോ, കുഴപ്പമൊന്നുമില്ല. ആ ഒരു ചെയിൻ സ്പോക്കറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ചെയിൻ സ്പോക്കറ്റ് മാറുന്ന സമയത്ത് ഒരുമിച്ച് മാറ്റിയാൽ മതി എന്നാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ചെന്നിട്ട് നേരെ നമ്മളത് വെൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു കംപ്ലയിൻറ്റ് ഞാൻ പറഞ്ഞ പോലെ
ഈ ഒരു TVS അപ്പാച്ചിൻ്റെ മുകളിലും അതുപോലെ തന്നെ എഫ്സെൻ്റെ മുകളിലും കണ്ടുവരുന്നുണ്ടെന്നാണ് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു കേട്ടോ. വർക്ക്ഷോപ്പിൽ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ നമ്മളിതേ ബൈക്കിൻ്റെ ടയർ മാറ്റിയിട്ടുണ്ട്. ഞാനിതുവരായിട്ട് ഇത്രയും ഡിലേ ആയിട്ട് ടയർ ചേഞ്ച് ചെയ്തിട്ടില്ല. ഞാൻ വേണം ആ ഫോട്ടോ നിങ്ങൾക്ക് സൈഡിൽ ഷെയർ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നന്നായിട്ട്, അതായത് ഒരു ഭാഗത്ത് നൂല് വരെ കണ്ടിട്ടുണ്ടായിരുന്നു. അത്രയും നല്ല രീതിയിൽ ടയർ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ നിലവിൽ ഇതിനകത്തിട്ടില്ല അപ്പോളോൻ്റെ 120യുടെ ടയറാണ് കേട്ടോ. 110 ടയർ വരുന്നുണ്ട്, അപ്പോളോൻ്റെ 120യുടെ ടയർ വരുന്നത്. അപ്പോൾ 120 കുറച്ചും കൂടെ നമുക്കൊരു വിട്ട് കിട്ടും. അതുകൊണ്ട് ഞാൻ 120യുടെ ടയറാണ് ഇപ്പോൾ നിലവിൽ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ഏകദേശം നമ്മൾ മാറിയിട്ട് 2500 രൂപ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടയർ മാറാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ടയറിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര കൂടുതലാണ്. ഞാൻ ഏകദേശം എനിക്കൊന്നു MRFിൻ്റെ ടയർ 2 വർഷം മുമ്പ് വാങ്ങിച്ചത് എനിക്കൊന്ന് 1700 1800 രൂപക്ക് അങ്ങനെ ആയിരുന്നു അന്ന് ടയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിൻ്റെ റേറ്റ് കണ്ടോ നിങ്ങൾ, 2 കൊല്ലം കഴിയുമ്പോൾ ഈ ഒരു റേറ്റിൻ്റെ മുകളിൽ വന്ന മാറ്റം കണ്ടോ. അപ്പോൾ ഇത്രയാണ് വണ്ടിക്ക് കിട്ടിയ പണി എന്ന് പറയുന്നത്. എന്തായാലും ഇനിയിപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞാൽ ഈ ഒരു വണ്ടീൻ്റെ ഈ പറഞ്ഞ ഈ ഒരു സംഭവം എന്തായാലും നമുക്ക് ചേഞ്ച് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇതിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്കിപ്പോൾ കിട്ടിയ പോലത്തെ പണി നിങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എത്ര കോസ്റ്റ് ആയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കിതിൻ്റെ പണിയെടുക്കണം. ഏകദേശം ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു 4000-5000 രൂപയോളം ആവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ അപ്പാച്ചിക്ക് ആർക്കെങ്കിലും പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ, എത്ര രൂപ നിങ്ങൾക്ക് ചിലവായി എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ബൈ ബൈ.